ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ വാരം തിങ്കളാഴ്ച ദിവസമായി ഇന്ന്. നോമ്പുകാലം 35-ാം ദിവസം. സ്നേഹ ചുംബനം നൽകി ഒറ്റിക്കൊടുക്കപ്പെട്ടപ്പോൾ യേശുനാഥനുണ്ടായ ആ ഒരു വേദന, കൊല ചെയ്യപ്പെടുന്ന ദിവസത്തിൻ്റെ തൊട്ടു മുമ്പുള്ള രാത്രിയിൽ താൻ ഏറെ സ്നേഹിക്കുന്ന തൻ്റെ അരുമ ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ച് പെസഹ ആചരിക്കുന്ന യേശു, തീന്മേശയിൽ അവനോടൊപ്പമായിരുന്നു കൊണ്ട് ചിരിച്ച് ഉല്ലസിച്ച് അവനോടൊപ്പം ഭക്ഷണം കഴിച്ച അവൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ, സ്നേഹിതരിൽ ഒരാളായ യൂദാസ് കറിയോത്ത നിസ്സാരം ചില്ലിക്കാശന് അവനെ സ്നേഹ ചുംബനം നൽകി ഒറ്റിക്കൊടുക്കുന്ന ആ ഒരു അവസ്ഥ. അവിടെ നിന്നും അവൻ ഗെത്സമേനിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവൻ്റെ ഉള്ളിൽ നീറുന്ന വേദന ഇതാ: ഞാൻ ഏറെ വിശ്വസിച്ച, ഏറെ സ്നേഹിച്ച എൻ്റെ സ്നേഹിതരാൽ ഞാൻ ഒറ്റ കൊടുക്കപ്പെടുന്നു, തള്ളിപ്പറയപ്പെടുന്നു, ഞാൻ ഉപേക്ഷിക്കപ്പെടുന്നു. ഈ മൂന്ന് അവസ്ഥ, ഈ മൂന്ന് മാനസിക തലം ശരിക്കും വളരെയേറെ വേദനയുള്ളതാണ്. പുറമേ ഏൽക്കപ്പെടുന്ന പീഡനത്തെക്കാൾ, മുറിവുകളെക്കാൾ വേദനയാണ് ഈ മൂന്ന് മാനസികാവസ്ഥ. ഒറ്റിക്കൊടുക്കപ്പെടുന്ന, തള്ളിപ്പറയപ്പെടുന്ന, ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥ. നമ്മുടെ ജീവിതത്തിലും ഇതേപോലുള്ള അവസ്ഥകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകാറുണ്ട്. നീ വേദനിക്കുമ്പോൾ, നീ കരയുമ്പോൾ, നീ ഉപേക്ഷിക്കപ്പെടുമ്പോൾ, നീ ഒറ്റിക്കൊടുക്കപ്പെടുമ്പോൾ, നിന്നെ തള്ളിപ്പറയപ്പെടുമ്പോൾ, ഈ മാനസികാവസ്ഥയിൽ കൂടെയൊക്കെ പോയ യേശു നിന്നെ ആശ്വസിപ്പിക്കാൻ ആ കുരിശിൽ അവൻ്റെ വിരിമാർ വിരിച്ച് നിന്നെയും കാത്ത് നിന്നെയും നോക്കിയിരിപ്പുണ്ട്. ഈ നോമ്പുകാലത്തിൽ, ഈ വിശുദ്ധ വാരത്തിൽ പ്രിയമുള്ളവരെ, ഇതേപോലെ ഒറ്റുകിടക്കപ്പെട്ടവരെ, ഇതേപോലെ തള്ളിപ്പറയപ്പെട്ടവരെ, ഇതേപോലെ ഉപേക്ഷിക്കപ്പെട്ടവരെ, അനാഥാലയങ്ങളിൽ, തെരുവോരങ്ങളിൽ, വൃദ്ധസദനങ്ങളിൽ, സ്വന്തം വീട്ടിൽ തന്നെ, കുടുംബത്തിൽ തന്നെ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരെയൊക്കെയും ദൈവസന്നിധിയിൽ ചേർത്ത് വയ്ക്കുവാൻ, അവരോടൊപ്പം ആശ്വാസമായി തീരുവാൻ, താങ്ങായി തീരുവാൻ നമുക്കും സാധിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.